അവരിലേക്ക് പോകേണ്ടതാണ് അങ്ങനെ പോകുമെന്നാണ് എന്റെ പ്രത്യാശ. രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ പോലീസ് നടപടിയിൽ പ്രതിഷേധിച്ച് യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ സെക്രട്ടേറിയറ്റ് മാർച്ച് നടക്കുകയാണ്. ഇപ്പോൾ ഷാഫി പറമ്പിൽ മാധ്യമങ്ങളോട് സംസാരിക്കുന്നു. തത്സമയം പിന്നെന്തിനാ നിങ്ങൾ പ്രതിപക്ഷ നേതാവിനെ ഒന്നാം പ്രതിയാക്കിയത്? പിന്നെന്തിനാ നിങ്ങൾ എന്നെ രണ്ടാം പ്രതിയാക്കിയത്? പിന്നെന്തിനാ നിങ്ങൾ എം വിൻസെന്റിനെ മൂന്നാം പ്രതിയാക്കിയത്? എന്ത് മറുപടിയാണ് നിങ്ങൾക്ക് പറയാനുള്ളത്? ഞങ്ങൾ അക്രമങ്ങൾക്ക് നേതൃത്വം നൽകിയിട്ടില്ലെങ്കിൽ ഞങ്ങളെ എന്തിന് നിങ്ങൾ പ്രതി ചേർത്തു? അപ്പൊ പ്രതിപട്ടികയും പോലീസും തെളിവും ദൃശ്യങ്ങളുമല്ല, പിണറായി വിജയന്റെ നിർദ്ദേശങ്ങളാണ് പ്രതിപട്ടികയും തീരുമാനിക്കുന്നത്. പ്രതിപക്ഷ നേതാവിനെതിരെ കേസെടുക്കാൻ, ഞങ്ങൾക്കെതിരെ കേസെടുക്കാൻ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റിനെ പകൽ വെളിച്ചത്തിൽ എവിടെ നിന്ന് വേണമെങ്കിലും ഒരു നോട്ടീസ് അയച്ചാൽ ഒരു പേടിയും കൂടാതെ പോലീസ് സ്റ്റേഷനിലേക്ക് കടന്നു വരാൻ തയ്യാറുള്ള ഒരാൾ. നിങ്ങളൊരു കള്ളക്കേസിനകത്ത് വിവരശേഖരണം എന്ന് പറഞ്ഞ അയാളെ വിളിച്ചു വരുത്തി നോക്കിയല്ലോ. 24 മണിക്കൂറിന്റെ ഷോർട്ട് നോട്ടീസ് ആയിട്ട് പോലും ഒരു മുൻകൂർ ജാമ്യം പോലും തേടാതെ അയാൾ നിങ്ങളുടെ സ്റ്റേഷനകത്തേക്ക് കടന്നു വന്നല്ലോ. നിങ്ങളുടെ വിവരശേഖരണത്തോട് സഹകരിച്ചല്ലോ. അയാൾ ഇവിടുന്ന് ഒളിച്ചു നടന്നോ? അയാൾ ഇവിടുന്ന് മുങ്ങി നടന്നോ? അയാൾ ഇവിടുന്ന് രാജ്യം വിട്ടോ, നാട് വിട്ടോ? തിരുവനന്തപുരത്തുണ്ടായിരുന്നു, കന്റോൺമെന്റ് പോലീസ് സ്റ്റേഷന്റെ പരിധിയിലുണ്ടായിരുന്നു, കൊല്ലത്തുണ്ടായിരുന്നു, പൊതുപരിപാടികളിലുണ്ടായിരുന്നു, DGP ഓഫീസിന്റെ മുമ്പിലുണ്ടായിരുന്നു. എന്താ നിങ്ങൾ അറസ്റ്റ് ചെയ്യുന്നില്ല? അപ്പൊ നിങ്ങൾക്ക് വീട്ടുകാരുടെ മുമ്പിൽ വെച്ച് അറസ്റ്റ് ചെയ്യണം, നിങ്ങൾക്ക് പ്രകോപനം സൃഷ്ടിക്കണം, നിങ്ങൾക്ക് പരിഭ്രാന്തി സൃഷ്ടിക്കണം. അതിന്റെ അജണ്ട വെച്ച് തീവ്രവാദികളെ, കൊലപാതകികളെ അറസ്റ്റ് ചെയ്യുന്നത് പോലെ നിങ്ങൾ 5:30 മണിക്ക് വീടിനകത്തേക്ക് ഇരച്ചു കയറി ഒരു അറസ്റ്റ് നാടകം നടത്തി. ഞങ്ങൾ പറയുന്നു, ഞാനും പ്രതിപക്ഷ നേതാവും വിൻസെന്റ് MLA ഉൾപ്പെടെയുള്ള ആളുകൾ പറയുന്നു, പോലീസിന്റെ ഒരു ആനുകൂല്യവും വേണ്ട. ഞങ്ങളെ നിങ്ങൾക്ക് അറസ്റ്റ് ചെയ്യാം, ഞങ്ങളെ നിങ്ങൾക്ക് തടവറയിലടക്കാം, തുറങ്ങളിലടക്കാം. അതുകൊണ്ടൊന്നും യൂത്ത് കോൺഗ്രസിന്റെ പോരാളികളുടെ സമരവീര്യം കെട്ടുപോകുമെന്ന് നിങ്ങൾ ധരിക്കുന്നുണ്ടെങ്കിൽ യൂത്ത് കോൺഗ്രസിന് നേതൃത്വം നൽകുന്നത് കുണുവാവകളല്ല, രാഹുൽ മാങ്കൂട്ടത്തിലാണ് എന്ന് ഇവര് മനസ്സിലാക്കണം. ഇന്ന് ഗോവിന്ദൻ മാസ്റ്റർ ഒരു ക്ലാസ് ഉണ്ടായിരുന്നു സമരം ചെയ്യുന്നതിനെ പറ്റി. ഗോവിന്ദൻ ടീച്ചറെ, സമരത്തിന്റെ ആർജവത്തിന്റെ ക്ലാസ് രാഹുൽ മാങ്കൂട്ടത്തിൽ എടുക്കണ്ട, യൂത്ത് കോൺഗ്രസിന് എടുക്കണ്ട. വാ മോനെ ആർഷോ എന്ന് പറഞ്ഞപ്പോ അലിഞ്ഞില്ലാതായി പോലീസിന്റെ തോളിൽ കൈയിട്ട് പോയ ആർഷോക്ക് എടുത്താ മതി, യൂത്ത് കോൺഗ്രസിന് എടുക്കണ്ട. സമരത്തിൽ പങ്കെടുക്കുന്ന പെൺകുട്ടികളോട് കരയല്ല വാവേ എന്ന് പറയുന്ന വനിതാ പോലീസിന്റെ ദൃശ്യം നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ സമരവീര്യം അവർക്ക് പറഞ്ഞു കൊടുത്താൽ മതി. ഞങ്ങൾക്ക് ആ ക്ലാസ് വേണ്ട. അതീവ സമരവീര്യത്തോടു കൂടി തന്നെയാണ് ഞങ്ങളുടെ സഹപ്രവർത്തകർ ഈ പോരാട്ടത്തിന് ഇറങ്ങിയിട്ടുള്ളത്. ഞങ്ങളുടെ സമരം ഇല്ലാതാക്കാനല്ലേ നിങ്ങളുടെ ഗുണ്ടാ സദസ് കണ്ണൂരിന്റെ ജില്ലയിലെത്തിയപ്പോ ആ പ്രിയപ്പെട്ട സഹപ്രവർത്തകരുടെ തലയിൽ ചെടിച്ചട്ടി കൊണ്ടടിച്ചവർ, ഹെൽമറ്റ് കൊണ്ടടിച്ചവർ, അവരൊക്കെ ഉദ്ദേശിച്ചത് പിന്നീട് യൂത്ത് കോൺഗ്രസ് സമരങ്ങൾ ഉണ്ടാവരുതെന്നുള്ളതാണ്, പിന്നീട് യൂത്ത് കോൺഗ്രസിന്റെ കരിങ്കൊടി പ്രകടനങ്ങൾ ഉണ്ടാവരുതെന്നാണ്. പക്ഷെ സംസ്ഥാനത്ത് ഒരു ജില്ലയിലും നിങ്ങളുടെ മുഖ്യ ഗുണ്ടയെ കരിങ്കൊടി കാണിക്കാതെ യൂത്ത് കോൺഗ്രസിന്റെ പ്രവർത്തകർ പറഞ്ഞയച്ചില്ല. അതുകൊണ്ടും തീരാഞ്ഞ് ആലപ്പുഴയിലേക്ക് വന്നപ്പോ പോലീസ് എന്ന പേരിൽ CPM-ന് ഗുണ്ടാ പണിയെടുക്കുന്ന ചില മോന്മാർ. രാഹുൽ മാങ്കൂട്ടത്തിന്റെ അറസ്റ്റിൽ പ്രതിഷേധം ശക്തമാക്കുകയാണ് യൂത്ത് കോൺഗ്രസ്. ഇപ്പോൾ ഷാഫി പറമ്പിൽ പ്രതിഷേധ സ്ഥലത്ത് സംസാരിക്കുകയായിരുന്നു. സർക്കാരിനെതിരായ തുടർ പ്രതിഷേധ പരിപാടികൾ ചർച്ച ചെയ്യാൻ UDF ഏകോപന സമിതി യോഗം ചേരുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങളും യോഗം ചർച്ച ചെയ്യുന്നുണ്ട്. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ പോലീസ് നടപടിയും ചർച്ചയ്ക്ക് വരും. സർക്കാരിനെതിരായ തുടർ സമര പരിപാടികൾ ചർച്ച ചെയ്യുന്നതിന് വേണ്ടി ചേർന്ന UDF ഏകോപന സമിതി യോഗമാണ് കന്റോൺമെന്റ് ഹൌസിൽ പുരോഗമിക്കുന്നത്. പ്രതിപക്ഷ നേതാവ് VD സതീശൻ, മറ്റ് ഘടകകക്ഷി നേതാക്കൾ ഒക്കെ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ടെങ്കിലും വിദഗ്ധ പരിശോധനയുടെ ഭാഗമായി വിദേശത്തായതിനാൽ KPCC അധ്യക്ഷൻ K സുധാകരൻ യോഗത്തിൽ പങ്കെടുക്കുന്നില്ല. രമേശ് ചെന്നിത്തലയും UDF യോഗത്തിൽ എത്തിയിട്ടില്ല. എന്തായാലും മറ്റ് നേതാക്കന്മാരെല്ലാം തന്നെ എത്തിയിട്ടുണ്ട്. തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങൾ കൃത്യമായി വിലയിരുത്തുക, അതോടൊപ്പം തന്നെ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിലിനെ കഴിഞ്ഞ ദിവസം അറസ്റ്റ് ചെയ്ത പോലീസ് നടപടി, അതിനെതിരായ ശക്തമായ പ്രതിഷേധം UDF-ന്റെ നേതൃത്വത്തിൽ തുടക്കമിടാനും യോഗത്തിൽ തീരുമാനമായതായാണ് സൂചന. എന്തായാലും പ്രതിപക്ഷ നേതാവ് VD സതീശൻ അടക്കം
പാർലമെന്റ് തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുള്ള ഒരുക്കങ്ങൾ നേരത്തെ തന്നെ തുടങ്ങണമെന്ന അഭിപ്രായം യോഗത്തെ അറിയിച്ചിട്ടുണ്ട്. ഘടകകക്ഷി നേതാക്കളെല്ലാം കൂടുതൽ കൂടിയാലോചനകളോടെ UDF ഒറ്റക്കെട്ടായി മുമ്പോട്ട് പോകണമെന്നും പാർലമെന്റ് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ഒരുക്കങ്ങൾ നേരത്തെ തന്നെ തുടങ്ങണമെന്ന അഭിപ്രായവുമാണ് യോഗത്തിൽ പങ്കുവച്ചിരിക്കുന്നത്. കേരള കോൺഗ്രസിനെ UDFിലേക്ക് തിരികെ കൊണ്ടുവരാനുള്ള സമയമായെന്ന് മുസ്ലിം ലീഗ്. കേരള കോൺഗ്രസ് മടങ്ങിവരാൻ തയ്യാറാണോ എന്ന സൂചന കിട്ടിയാൽ ഉടൻ ചർച്ച തുടങ്ങണമെന്നാണ് ലീഗ് നിലപാട്. മുന്നണി വിപുലീകരണത്തിനായുള്ള വിട്ടുവീഴ്ചയ്ക്ക് UDF ഘടകകക്ഷികൾ തയ്യാറാകണമെന്ന് ലീഗ് ജനറൽ സെക്രട്ടറി PMA സലാം പറഞ്ഞു. ന്യൂസ് 18 സീനിയർ എഡിറ്റർ മഞ്ജുഷ് ഗോപാലുമായി സംസാരിക്കുകയായിരുന്നു PMA സലാം. ജോസഫ് വിഭാഗത്തിന്റെ എതിർപ്പിനിടെയാണ് ലീഗ് നിലപാട് വ്യക്തമാക്കുന്നത്. ഇപ്പോൾ ഒരു മുന്നണിയിൽ ഉണ്ടാകുന്ന അസ്വാരസ്യങ്ങൾ അത് മറ്റേ മുന്നണി സശ്രദ്ധം വീഴ്ചിച്ചുകൊണ്ടിരിക്കും. അങ്ങനെയാണല്ലോ കേരള കോൺഗ്രസ് മാണിയെ LDFിലേക്ക് കൊണ്ടുവന്നതും. അപ്പോൾ അന്ന് LDF കാണിച്ച ആ ഒരു തന്ത്രപരമായ ഒരു സമീപനം അത് UDFിന്റെ ഭാഗത്തുനിന്നുണ്ടോ ഇല്ലയോ എന്നാണ് ഞാനത് ആത്യന്തികമായി ചോദിക്കുന്നത്. നിങ്ങൾ പറഞ്ഞ പോലെ ആ സമീപനം തന്ത്രപരമായതുകൊണ്ട് അതിന് മറുപടി പറയാൻ കഴിയില്ല. അപ്പോൾ തന്ത്രങ്ങൾ ആവിഷ്കരിക്കുന്നുണ്ട്. തന്ത്രപരമായ സമീപനങ്ങളായതുകൊണ്ട് അത് പരസ്യപ്പെടുത്തുന്നത് അപകടകരമായി. നേതാക്കൾ തമ്മിലുള്ള ആശയവിനിമയം പുറത്തു പറയാവുന്നതല്ലല്ലോ. UDFിൻ്റെ തീരുമാനമല്ല നമുക്ക് പുറത്തു പറയാൻ പറ്റൂ. അല്ല, അങ്ങനെയല്ല. ഈ കാര്യം UDF ചർച്ച ചെയ്തിട്ടില്ല. ചർച്ച ചെയ്യുമ്പോഴാണ് അതിലൊരു തീരുമാനം ഉണ്ടാകുക. അതിലേക്കുള്ള ചർച്ചകൾ പോകേണ്ട സമയമായിട്ടുണ്ട്. ചർച്ച വരുമോ എന്നുള്ള അജണ്ട കണ്ടിട്ടില്ല. ഏതായിരുന്നാലും എല്ലാ രാഷ്ട്രീയ സാഹചര്യങ്ങളും UDF ചർച്ച ചെയ്യും. മുന്നണി സംവിധാനം വിപുലപ്പെടുത്തണമെന്ന് നേരത്തെയുള്ള തീരുമാനമാണ്. ഞങ്ങൾ അതിൻ്റെ ഘട്ടം വരുമ്പോൾ അതിനെക്കുറിച്ച് പാർട്ടിയിൽ ഒരു തീരുമാനം എടുക്കും. ഞങ്ങൾ ചർച്ച ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ പാർട്ടി യോഗത്തിൽ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിനെ കുറിച്ച് വിശദമായ ചർച്ച ഉണ്ടായിട്ടുണ്ട്. ആ ചർച്ചയുടെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ ഒരു മനസ്സിലൊക്കെ ഒരു രൂപമുണ്ട്. UDF സംവിധാനത്തിൽ ഉഭയകക്ഷി ചർച്ചകൾ നടക്കുമ്പോൾ ഞങ്ങളത് അവതരിപ്പിക്കും. ഏതായിരുന്നാലും അതിൻ്റെ പേരിൽ ബഹളമോ കോലാഹലമോ തെറ്റിദ്ധാരണയോ തെറ്റിപ്പോകലോ ഒന്നും ഉണ്ടാവില്ല. സമവായത്തിൽ ഒരു തീരുമാനം ഉണ്ടാവും. 2ആവാം 3ആവാം 4ആവാം ഇത്രയാവാം. അത് പതിവ് പോലെ ചോദിക്കുന്നു, ശരി, ഇല്ല, മതി, ഓക്കെ, അതായിരിക്കും. പതിവ് പോലെയല്ല. ചോദിച്ച സമയത്തൊക്കെ കിട്ടിയിട്ടുണ്ട്. ഇല്ല. മൂന്നാമത്തെ കഴിഞ്ഞ തവണയൊക്കെ ഞങ്ങൾക്ക് സീറ്റ് ഏൽപ്പിച്ചിട്ട് ഞങ്ങൾ വാങ്ങാതിരുന്നതാണ്. അതിന് മുമ്പ് ഞങ്ങൾ വടകര വാങ്ങിയിരുന്നു. ഞങ്ങൾ സ്വീകാര്യനായ സ്വതന്ത്രനെ നിർത്തി. അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട്. ചോദിക്കണോ വേണ്ടയോ എന്നുള്ള പാർട്ടി തീരുമാനിക്കും. അത് എല്ലാ സാമൂഹ്യ സാഹചര്യങ്ങളും പരിശോധിച്ചിട്ട് തന്നെ ആയിരിക്കും. ഏതെങ്കിലും സീറ്റ് ഒഴിവുണ്ടോ നോക്കിയിട്ടല്ലല്ലോ ഞങ്ങൾ ആവശ്യപ്പെടുക. അവിടുത്തെ രാഷ്ട്രീയ സാഹചര്യങ്ങളും പാർട്ടി സംവിധാനവും കാര്യങ്ങളൊക്കെ നോക്കിയിട്ടല്ലേ ഞങ്ങൾ ആവശ്യപ്പെടുക. മുന്നണി സംവിധാനവും ഏതെങ്കിലും സീറ്റ് ഒഴിവായി കിടക്കുന്നുണ്ട്, അവിടെ ഒന്ന് മത്സരിക്കാം, ഞങ്ങൾക്ക് വേണം എന്ന് പറയാൻ പറ്റുമല്ലോ. അങ്ങനെയാണെങ്കിൽ ബഹുമാനപ്പെട്ട KPCC പ്രസിഡന്റ് ഇത്തവണ മത്സരിക്കുന്നില്ല എന്നുള്ള വാർത്ത വരുന്നുണ്ട്. കണ്ണൂർ ഒഴിവാണ്, ഞങ്ങൾക്ക് അവിടെ പോയാൽ മതി. അപ്പോൾ ഒഴിവുള്ളിടത്ത് പോവുക എന്നുള്ളതല്ല. മുന്നണി സംവിധാനവും പാർട്ടിയുടെ സ്വാധീനവും നിങ്ങൾ പറഞ്ഞ പോലെ ഈ കാര്യങ്ങളൊക്കെ പരിഗണിച്ചിട്ടാണ് പുതിയൊരു സീറ്റിനെ കുറിച്ച് ആലോചിക്കുക. ഇപ്പോൾ ആ ഘട്ടത്തിലേക്ക് ഒരു തീരുമാനത്തിലേക്ക് വന്നിട്ടില്ല. ഇപ്പോൾ ഈ 3ആം സീറ്റ് എന്ന് പറയുമ്പോൾ നിലവിലുള്ള ആ ഫിക്സഡ് ഡെപ്പോസിറ്റിൻ്റെ അപ്പുറത്തേക്ക് ഒരു സീറ്റ് എന്ന് പറയുമ്പോൾ ഈ പഴയൊരു കാര്യം ഓർമ്മ വരികയാണ്. ഈ 5ആം മന്ത്രി എന്നുള്ള ഒരു കാര്യമുണ്ടായിരുന്നു. അത് ഈ UDF സംവിധാനത്തിൽ എത്രമാത്രം പ്രശ്നമുണ്ടാക്കി, അതല്ലെങ്കിൽ ഒരു മൊത്തത്തിലുള്ളൊരു സമവാക്യത്തെ എത്രമാത്രം ദുർബലമാക്കി എന്ന് രാഷ്ട്രീയ വിദ്യാർത്ഥികൾക്ക് പോലും അറിയാവുന്ന കാര്യമാണല്ലോ. അത് കഴിഞ്ഞ് ഇങ്ങോട്ട് UDFിന് അധികാരത്തിലേക്ക് തിരിച്ചെത്തുവാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ അങ്ങനെ ഒരു കടുംപിടുത്തത്തിലേക്ക് പോകുന്നില്ല എന്ന നിലപാട് സ്വീകരിച്ചത് ഈ 5ആം മന്ത്രി അനുഭവമുള്ളത് കൊണ്ടാണോ? അല്ല, കടുംപിടുത്തത്തിലേക്ക് പോകുന്ന പ്രശ്നം നേരത്തെയും കടുംപിടുത്തമൊന്നും ഉണ്ടായിട്ടില്ല. നേരത്തെ അത് വെറുതെ മാധ്യമങ്ങളും ലീഗിൻ്റെ രാഷ്ട്രീയ ശത്രുക്കളും ഉണ്ടാക്കിയൊരു പ്രഹസനമാണ്. ഞങ്ങൾ നേരത്തെ UDFിൻ്റെ ചർച്ചയിൽ 5ാമത്തെ മന്ത്രി മുസ്ലിം ലീഗിനെ അംഗീകരിച്ചാണ്. കുറച്ച് സാവകാശം വേണമെന്നേ പറഞ്ഞിട്ടുള്ളൂ. ആ സാവകാശം കഴിഞ്ഞപ്പോൾ ചോദിച്ചു, കിട്ടി. അതിനപ്പുറത്തേക്ക് അതിൽ കടുംപിടുത്തോ വാശിയോ ഒന്നും ഉണ്ടായിട്ടില്ല. പക്ഷെ അത് പുറത്തേക്ക് വരുമ്പോൾ ലീഗിൻ്റെ കാര്യമാകുമ്പോൾ എല്ലാ മാധ്യമങ്ങൾക്കും വലിയ താല്പര്യമാണ്. ഞങ്ങളുള്ള സ്നേഹം കൊണ്ടാണ്, ഞങ്ങൾക്കറിയാം. എന്നാൽ പോലും അത് വിവാദമാക്കലും ബഹളം ഉണ്ടാക്കലും ഒക്കെ മുസ്ലിം ലീഗിൻ്റെ അതാവുമ്പോൾ അതിന് വലിയ പ്രാധാന്യവും പ്രത്യേകതയൊക്കെയുണ്ട്. വേറെ ഒന്നിനും കിട്ടാത്ത പ്രാധാന്യം നിങ്ങളുടെ മാധ്യമ മേഖലകളിൽ ലീഗിൻ്റെ കാര്യങ്ങൾക്ക്, നിസ്സാര കാര്യങ്ങൾക്ക് പോലും കിട്ടാറുണ്ട്. ഞങ്ങളുടെ പാർട്ടിക്കകത്ത് ആഭ്യന്തര കാര്യങ്ങൾക്ക് പോലും കിട്ടാറുണ്ട്. PMA സലാമുമായുള്ള അഭിമുഖത്തിന്റെ പൂർണ്ണരൂപം ഇന്ന് രാത്രി 9:30 കാണാം. പ്രതിഷേധങ്ങൾക്കിടെ മലപ്പുറം എരമംഗലത്ത് PT മോഹന
കൃഷ്ണൻ അനുസ്മരണ പുരസ്കാര ചടങ്ങിൽ പങ്കെടുത്ത് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ. എരമംഗലം ജംഗ്ഷനിൽ SFI DYFI പ്രവർത്തകർ ഗവർണറെ കരിങ്കൊടി കാണിച്ചു. ഇവരെ പോലീസ് അറസ്റ്റ് ചെയ്തു നീക്കി. നേരത്തെ ഗവർണർക്കെതിരെ SFI കറുത്ത ബാനർ ഉയർത്തിയിരുന്നു. ചടങ്ങിനിടെ ആരിഫ് മുഹമ്മദ് ഖാൻ കരിങ്കൊടി പ്രതിഷേധത്തെ നിശിതമായി വിമർശിച്ചു. പ്രതിഷേധം ദൗർഭാഗ്യകരമാണെന്നും ക്രമസമാധാനം നിലനിർത്താൻ അധികാരമുള്ള പാർട്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നതെന്നും ഗവർണർ പറഞ്ഞു. That they are so used to, their sanskars are so used to disruption, disorder, protest, that they forget that they have been chosen to rule the state, and they go to the roads and create. Unfortunately, this is very unfortunate aspect. How a party which is responsible for maintaining law and order in the state, its own members go on roads and create disruption and create and threaten the law and order. If they hit your car, if they try to hit you, somebody comes and hit you in your head, what you will call him? പിന്നണി ഗായകൻ MG ശ്രീകുമാർ മോഹനേട്ടൻ പുരസ്കാരം ഏറ്റുവാങ്ങി. നിയമസഭയുടെ ബജറ്റ് സമ്മേളനം ഈ മാസം 25 മുതൽ സഭ വിളിച്ചു ചേർക്കാൻ ഗവർണറോട് ശുപാർശ ചെയ്യാൻ മന്ത്രിസഭാ യോഗം തീരുമാനിച്ചു. ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗത്തോടെയാണ് സഭാ സമ്മേളനം ആരംഭിക്കുന്നത്. ഫെബ്രുവരി 2-ന് ബജറ്റ് അവതരിപ്പിക്കാനാണ് ആലോചന. ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വീണ്ടും കേരളത്തിൽ. അടുത്ത ചൊവ്വാഴ്ചയും ബുധനാഴ്ചയുമാണ് മോദി സംസ്ഥാനത്തുണ്ടാവുക. ചൊവ്വാഴ്ച വൈകിട്ട് കൊച്ചിയിൽ മോദി റോഡ് ഷോ നടത്തും. ബുധനാഴ്ച ഗുരുവായൂരിൽ സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹത്തിൽ പങ്കെടുക്കുന്ന പ്രധാനമന്ത്രി കൊച്ചിയിൽ പാർട്ടി നേതൃയോഗത്തിലും പങ്കെടുക്കും. ഈ മാസം ഇത് 2ാം തവണയാണ് മോദി കേരളത്തിലെത്തുന്നത്. ഐശ്വര്യാനിയുടെ റിപ്പോർട്ട്. മോദി 2 ദിവസത്തെ സന്ദർശനത്തിനായി വീണ്ടും കേരളത്തിലേക്ക് എത്തുകയാണ്. അടുത്ത ചൊവ്വാഴ്ചയും ബുധനാഴ്ചയുമാണ് പ്രധാനമന്ത്രി കേരളത്തിലേക്ക് എത്തുന്നത്. ചൊവ്വാഴ്ച വൈകുന്നേരം കൊച്ചിയിലെത്തുന്ന നരേന്ദ്രമോദി അവിടെ സംഘടിപ്പിച്ചിരിക്കുന്ന റോഡ് ഷോയിൽ പങ്കെടുക്കും. തുടർന്ന് ബുധനാഴ്ച രാവിലെ ഗുരുവായൂർ ക്ഷേത്ര ദർശനം നടത്തും. അതിനുശേഷം സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹ ചടങ്ങിലും പങ്കെടുക്കും. അതിനുശേഷം അവിടെ സംഘടിപ്പിച്ചിരിക്കുന്ന സമൂഹ വിവാഹത്തിലും പങ്കെടുക്കുമെന്നാണ് വിവരം. അതിന് പിന്നാലെ കൊച്ചിയിൽ പാർട്ടിയുടെ നേതൃയോഗമുണ്ട്. അതിൽ പ്രധാനമന്ത്രി പങ്കെടുക്കും. വിവിധ കേന്ദ്ര പദ്ധതികളുടെ ഉദ്ഘാടന ചടങ്ങിലും പങ്കെടുത്ത ശേഷമായിരിക്കും പ്രധാനമന്ത്രി നരേന്ദ്രമോദി മടങ്ങിപ്പോവുക. എന്തായാലും കഴിഞ്ഞ ജനുവരി 3-ന് അദ്ദേഹം കേരളത്തിൽ എത്തിയിരുന്നു. അന്ന് ആയിരങ്ങളെ അഭിവാദ്യം ചെയ്തുകൊണ്ടുള്ള ഒരു റോഡ് ഷോ സംഘടിപ്പിച്ചിരുന്നു. അതിന് പിന്നാലെ സ്ത്രീശക്തി മോദിക്കൊപ്പം എന്ന പേരിൽ തൃശൂരിൽ സംഘടിപ്പിച്ച ആ വലിയ പരിപാടിയിലും അദ്ദേഹം പങ്കെടുത്തിരുന്നു. ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷമാണ് വീണ്ടും പ്രധാനമന്ത്രി കേരളത്തിലേക്ക് എത്തുന്നത്. പ്രത്യേകിച്ച് ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെയാണ് പ്രധാനമന്ത്രി വീണ്ടും കേരളത്തിലേക്ക് എത്തുന്നത് എന്നതും ശ്രദ്ധേയമാണ്. BJP ലോക്സഭാ തെരഞ്ഞെടുപ്പിന് തയ്യാറെടുപ്പുകൾ നടത്തുന്നതിനിടെ അല്ലെങ്കിൽ അതിന് ശക്തി കൂട്ടുന്നതിന്റെ ഭാഗമായി കൂടിയാണ് വീണ്ടും പ്രധാനമന്ത്രി കേരളത്തിൽ എത്തുന്നത് എന്നുള്ള വിലയിരുത്തൽ കൂടിയുണ്ട്. എന്തായാലും പ്രധാനമന്ത്രിയെ മുൻനിർത്തിക്കൊണ്ടുള്ള ഒരു പ്രചാരണ പരിപാടി തന്നെയാണ് കേരളത്തിലും BJP ഉദ്ദേശിക്കുന്നത്. അതിന്റെ ഭാഗമായി തന്നെയാണ് ഒരു ചെറിയ ഇടവേളയ്ക്കിടെ വീണ്ടും പ്രധാനമന്ത്രി കേരളത്തിലേക്ക് എത്തുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിന്റെ അറസ്റ്റിൽ പ്രതിഷേധിച്ചുള്ള യൂത്ത് കോൺഗ്രസ് മാർച്ചിൽ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചിരിക്കുന്നു. സെക്രട്ടേറിയറ്റിലേക്കുള്ള മാർച്ചിനിടെയാണ് പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചിരിക്കുന്നത്. തത്സമയ ദൃശ്യം.
മാങ്കൂട്ടത്തിനെതിരായ പോലീസ് നടപടി. സംസ്ഥാന വ്യാപക പ്രതിഷേധത്തിന് ആഹ്വാനം ചെയ്ത് KPCC അധ്യക്ഷൻ K. സുധാകരൻ. നാളെ